ുള്ള ചട്ടഭേദഗതി LDF തന്നെയാണ് കൊണ്ടുവന്നത്. 3 കാറ്റഗറികളിലായി. അതൊക്കെ ഞങ്ങൾ നേരത്തെ വിശദീകരിച്ചതാണ്. ഹോർട്ടി വൈൻ, ഹോർട്ടി ലിക്വർ, ലോ സ്ട്രെങ്ത് ആൽക്കഹോൾ. 3 നയത്തിൽ പറഞ്ഞ് LDFിൻ്റെയും ക്യാബിനറ്റിൻ്റെയും അനുമതിയോടെ ജനങ്ങളുടെ മധ്യത്തിൽ അവതരിപ്പിച്ച് പിന്നെ നടപടിക്രമങ്ങൾ പാലിച്ച് ചട്ടം ഭേദഗതി ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷെ അപ്പോഴൊന്നും നികുതി കുറയ്ക്കുന്നതിനെക്കുറിച്ച് LDF ആലോചിച്ചിട്ടില്ല. എന്നിട്ട് മുഖ്യമന്ത്രി ഇന്നലെ പച്ചക്കള്ളം പറഞ്ഞു, അവസാനം നികുതി കുറയ്ക്കാൻ ധാരണയായി തെരഞ്ഞെടുപ്പായതുകൊണ്ട് നടപ്പാക്കാതിരുന്നതാണെന്ന്. ഈ പച്ചക്കള്ളം പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാവണം. അതൊന്നും അദ്ദേഹം തയ്യാറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെ ശീലം അദ്ദേഹത്തിനില്ല. പണ്ട് ഞാൻ എക്സൈസ് മന്ത്രിയായിരിക്കെ ഡൽഹി മദ്യനയ കേസിലെ പ്രതിയായ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ K. കവിത സ്പീക്കറായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചു എന്ന്, അതിൻ്റെ ഭാഗമാണ് LDFിൻ്റെ മദ്യനയം എന്നൊക്കെ ആരോപണം ഉന്നയിച്ച ആളാണ് ശ്രീ VD സതീശൻ. ആ വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ച മലയാള മനോരമ തിരുത്തുകയും തെറ്റായ വാർത്ത കൊടുത്തതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ശ്രീ VD സതീശൻ അത് തിരുത്താനോ ഖേദം പ്രകടിപ്പിക്കാനോ തയ്യാറായിട്ടില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് അവസാന നിമിഷം വരെ LDF ശ്രമിച്ചു, നടന്നില്ല എന്നാണ്. തെരഞ്ഞെടുപ്പ് കാരണം നടന്നില്ല. എന്താ വസ്തുത? ഇപ്പോൾ ചട്ടഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ വീര്യം കുറഞ്ഞ മദ്യം അനുവദിച്ചുകൊണ്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ 6/1/2023 വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഗസറ്റിൽ അത് 11/1/2023 പ്രസിദ്ധീകരിച്ചു. 11/1/2023 തുടർന്ന് കമ്പനിയുടെ അപേക്ഷ കിട്ടി, അത് ഫയലായി. 23/2/23 ശേഷം ഈ സതീശൻ ഗവൺമെൻറ് അധികാരത്തിൽ ഏൽക്കുന്നത് വരെ ആ ഫയൽ അടങ്ങിയിട്ടില്ല. എത്ര കാലം? 3 കൊല്ലവും 5 മാസവും ആ ഫയൽ LDF ഭരണം തീരുന്നത് വരെ, 3 വർഷവും 5 മാസവും LDF ഭരണം തീരുന്നത് വരെ ആ ഫയൽ അടങ്ങിയിട്ടില്ല. നമുക്കിപ്പോൾ ഫയൽ മൂവ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി കിട്ടുമല്ലോ. മുഖ്യമന്ത്രി കള്ളം പറഞ്ഞാൽ അത് പൊളിക്കുന്ന വസ്തുതകൾ നമ്മുടെ മുമ്പിൽ ഇപ്പം ആർക്കും കിട്ടില്ലേ? എന്നിട്ട് അദ്ദേഹം പറയാണ് അവസാനം ശ്രമിച്ചു എന്നാണ്. എന്ന് അദ്ദേഹം അതിൻ്റെ രേഖ പുറത്തുവിടട്ടെ. എന്ത് ശ്രമമാണ് LDF നടത്തിയത്? ഒരു കടലാസ് ഇതുണ്ട് അദ്ദേഹത്തിന് പുറത്തുവിടാൻ പറ്റുമോ? വസ്തുത എന്താ? LDF ഭരണത്തിൽ 3 വർഷവും 5 മാസവും അനങ്ങാതിരുന്ന ഫയൽ ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതാണ് 18-ാം തീയതി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. 21-ാം തീയതി 3.5 കൊല്ലത്തിന് ശേഷം ഫയൽ ഉയർത്തെഴുന്നേറ്റു. നിഷേധിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? 21-ാം തീയതി, മെയ് 21-ാം തീയതി എന്തൊരു വേഗവും തിടുക്കവുമാണെന്ന് നോക്കണം. ഇത് പ്രകടന പത്രികയിൽ പറയാത്ത കാര്യമാണെന്ന് സുധീരൻ പറഞ്ഞു. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഈ തിടുക്കം കണ്ടില്ല, ഈ വേഗം കണ്ടിട്ടില്ല. 3-ാം നാൾ എപ്പോൾ? 3:59 ഫയൽ നീക്കം ആരംഭിക്കുന്നു. ഡെപ്യൂട്ടി സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറിക്ക് കൊടുക്കുന്നു. അതിവേഗത്തിൽ ജോയിന്റ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കുന്നു. വളരെ പെട്ടെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു. വൈകുന്നേരം 6:33 ആവുമ്പോൾ ഫയൽ മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തുന്നു. ഏത്? മുഖ്യമന്ത്രിയായതിൻ്റെ 3-ാം ദിവസം. വളരെ വ്യക്തമല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഈ ഫയൽ നീക്കം നടന്നത്. അല്ലെങ്കിൽ 3.5 കൊല്ലമായിട്ട് ചത്തുകിടന്ന ഫയൽ ഉയർത്തെഴുന്നേറ്റ് ശരവേഗത്തിൽ ഉസൈൻ ബോൾട്ടിനെ തോൽപ്പിക്കുന്ന വേഗത്തിൽ ഓടി എങ്ങനെയാണ് VD സതീശൻ്റെ കയ്യിലെത്തുന്നത്? അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രത്യേകം ആവശ്യപ്പെട്ട് വരുത്തിയതാണ് ആ ഫയൽ. എന്നിട്ട് അദ്ദേഹം തന്നെ നിയമസഭയിൽ പറയാണ് ടാക്സിൻ്റെ പ്രപ്പോസൽ വേഗത്തിലല്ലേ നടക്കുക, അത് ബജറ്റ് വരുന്നതിൻ്റെ തലേ ദിവസം അർദ്ധരാത്രിയല്ലേ പ്രസ്സിലേക്ക് വിടുക എന്നൊക്കെ തട്ടി വിടുകയാണ് അദ്ദേഹം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മെയ് 21 വൈകുന്നേരം 6:30 ശ്രീ VD സതീശൻ്റെ കയ്യിലെത്തിയ ഫയൽ 24 ദിവസം അദ്ദേഹം കൈവശം വെച്ചിട്ടുണ്ട്.
ജൂൺ 14 രാത്രി 10-12 ഫയലിൽ തീരുമാനമെടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താ? 24 ദിവസമുണ്ടായിട്ടും സ്വന്തം പാർട്ടിയിലോ മുന്നണിയിലോ ചർച്ച ചെയ്തില്ല എന്നല്ലേ? സമയമില്ലാത്തതുകൊണ്ടായിരുന്നോ? ആരും അറിയരുതെന്ന നിർബന്ധം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. എന്താണ് ആ നിർബന്ധത്തിന്റെ പിന്നിലുള്ള താല്പര്യം? അവിടെയല്ലേ ദുരൂഹത? ഇതാർക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല. കാരണം ഫയൽ മൂവ്മെന്റ് ഹിസ്റ്ററി നോക്കിയാൽ കാണാൻ പറ്റും. 21-ാം തീയതി മെയ് 21 വൈകിട്ട് 6:33 എത്തി. ജൂൺ 14 രാത്രി 10-12 വരെ ഫയല് മുഖ്യമന്ത്രിയുടെ കൈവശമാണ്. വേണ്ടത്ര സമയമുണ്ടായിരുന്നല്ലോ സ്വന്തം പാർട്ടിയുമായി UDF-ഉമായി ഒക്കെ ചർച്ച ചെയ്യാൻ. പ്രതിപക്ഷം ഇത് കയ്യോടെ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ കോൺഗ്രസിനും UDF-നും പോലും ഇതറിയാൻ പറ്റുമായിരുന്നില്ല. കയ്യോടെ പിടിച്ചില്ലായിരുന്നെങ്കിൽ അറിയാൻ പറ്റുമായിരുന്നില്ല. എക്സൈസ് മന്ത്രിയെ മാത്രമല്ലല്ലോ, പാർട്ടിയെ മുന്നണിയൊക്കെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത് 24 ദിവസം പിടിച്ചു വെച്ച് ബജറ്റിന്റെ തൊട്ടു മുമ്പ് തീരുമാനമെടുത്ത് ബജറ്റിൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ആരും അറിയാതെ സൂത്രത്തിൽ നടപ്പാക്കാമെന്നാണ് അദ്ദേഹം കരുതിയത്. പ്രതിപക്ഷം കയ്യോടെ പിടിച്ചു. അതാണ് സംഭവിച്ചത്. അപ്പോൾ UDF-ന്റെ ഗവൺമെന്റിന്റെ മദ്യനയം UDF-ൽ തന്നെ ചർച്ച ചെയ്യാൻ ഇടയാക്കിയത് പ്രതിപക്ഷത്തിന്റെ ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഇടപെടലാണ്. അല്ലെങ്കിൽ അത് ഈ ഒരു റോളും UDF-ന് ഉണ്ടാവുമായിരുന്നില്ലല്ലോ ഇതിൽ. എന്നിട്ട് ഇപ്പൊ പറയാണ് ബജറ്റ് പാസ്സാക്കിയാലും നയം വന്നാൽ വിൽക്കണോ വിൽക്കണ്ടേ തീരുമാനിക്കാം. ഇന്നലെ ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി അതിന്റെ പൊള്ളത്തരം വ്യക്തമാക്കി. ബജറ്റ് പാസ്സാക്കിയത് നിയമമാണ്. നിയമസഭ പാസ്സാക്കിയ ബജറ്റിന് മുകളിലല്ല നയം. ബജറ്റ് പാസ്സാക്കിയ കാര്യം നടപ്പാക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? നികുതി നിർദ്ദേശം നടപ്പാക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? ആരെയെ കബളിപ്പിക്കുന്നത്? ഇങ്ങനെ കള്ളം പറഞ്ഞും ജനങ്ങളെ വിഡ്ഢികളാക്കിയും എത്ര കാലം മുന്നോട്ട് പോകാൻ കരുതുന്നത്? 1 മാസത്തിനുള്ളിലാണ് ഇപ്പോൾ ഇത്. ഇനി അദ്ദേഹം അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കള്ളം പറഞ്ഞത്, അദ്ദേഹം പറയാണ് നാട് മുഴുവൻ ബാർ അനുവദിച്ച് മദ്യമൊഴുക്കിയവരാണ് ഇപ്പം ഞങ്ങൾ ഉപദേശിക്കുന്നത്. ആരാണ്? ആരുടെ കാലത്താണ് മദ്യോപഭോഗം കൂടിയത്? ഞാൻ ആ കണക്കുകളിലേക്ക് വരാം. അസംബ്ലി കൊടുത്ത മറുപടി ഉണ്ടല്ലോ, ആ കണക്കുകളിലേക്ക് വരാം. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ബാർ പൂട്ടി LDF ഗവൺമെന്റ് വന്നപ്പോൾ ഇഷ്ടം പോലെ ബാർ അനുവദിച്ചു എന്ന് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ UDF അവതരിപ്പിക്കുന്ന കള്ളം മുഖ്യമന്ത്രി നിയമസഭയിൽ പറയാണ്. കഷ്ടം തോന്നുന്നു. മുഖ്യമന്ത്രി ഈ സോഷ്യൽ മീഡിയ സൈബർ പോരാളികളുടെ കള്ളം പറയുന്ന നിലവാരത്തിലേക്ക് എത്തിയതിൽ കഷ്ടം തോന്നുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സംസ്ഥാനത്ത് 748 ബാറുകൾ ഉണ്ടായിരുന്നു. ബാർ ഹോട്ടലുകൾ 748 പ്രവർത്തിച്ചിരുന്നു. അന്ന് അബ്കാരി നയത്തിൽ മാറ്റം വരുത്താൻ ഇടയാക്കിയ കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആ മാറ്റം വന്നപ്പോൾ 5 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്ന 29 ബാർ ലൈസൻസ് ഒഴികെയുള്ളവ റദ്ദാക്കി. 5 സ്റ്റാർ മാത്രം മതിയും തീരുമാനിച്ചു. അതൊരു വാശിയുടെ മുകളിൽ ചെയ്തതാണ്. എന്താണ് വാശി? ബാർ കോഴ ആരോപണം വന്നു. സുധീരനുമായിട്ട് വലിയ ഏറ്റുമുട്ടലായി. ആ ഏറ്റുമുട്ടലിൻ്റെ ഫലമായിട്ട് ഉമ്മൻചാണ്ടി ഒരു വാശിക്ക് ചെയ്ത കാര്യമാണ്. സുധീരനെ തോൽപ്പിക്കാൻ അന്ന് ചെയ്ത കാര്യമായിരുന്നുള്ളത്. ഗത്യന്തരമില്ലാതെ ചെയ്തതാണ്. ബാർ കോഴ ആരോപണം വന്നു. ആ ഗവൺമെന്റിനെ പിടിച്ചുകുലുക്കിയ ആരോപണമായിരുന്നു ബാർ കോഴ. കേസ് വന്നു. അപ്പോൾ തടിയൂരാൻ ചെയ്ത കാര്യമാണ്. എപ്പോഴാണ് ചെയ്തത്? 2014-15. ഉമ്മൻചാണ്ടി യഥാർത്ഥത്തിൽ ചെയ്തത് എന്താ? 11 മുതൽ 14 വരെ ഇഷ്ടംപോലെ ബാർ ലൈസൻസ് അനുവദിച്ചു. ബാർ ലൈസൻസ് കൊടുത്തതിൽ അഴിമതി നടന്നുവെന്ന് കണ്ടെത്തിയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ലൈസൻസ് എല്ലാം റദ്ദാക്കിയെന്ന് മാത്രമല്ല, റദ്ദാക്കിയ എല്ലാ ബാറുകൾക്കും ബിയർ വൈൻ പാർലറുകൾ അനുവദിച്ചു. നോക്കിക്കൊള്ളണം. ബാർ ലൈസൻസ് റദ്ദാക്കി, പക്ഷേ ബിയർ വൈൻ പാർലറുകൾ അനുവദിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിയുമ്പോൾ
കേരളത്തിൽ 813 ബിയർ വൈൻ പാർലറുകൾ പ്രവർത്തിച്ചിരുന്നു. 813 ബിയർ വൈൻ പാർലറുകൾ. അതുപോലെ ബെവ്കോയുടെ 306 ഔട്ട്ലെറ്റുകൾ പ്രവർത്തിച്ചിരുന്നു. എന്താ പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത്? സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് മനസ്സിലാക്കാം. ആധികാരികമായിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് എല്ലാ ബാറും പൂട്ടി. ആണോ? 813 ബിയർ വൈൻ പാർലറുകൾ, 306 വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാലകൾ ബെവ്കോയുടെ അതുണ്ടായിരുന്നു. LDF ഗവൺമെന്റ് വന്നപ്പോൾ ഈ ബിയർ വൈൻ പാർലറുകളിൽ ക്ലാസിഫിക്കേഷനുള്ളവയ്ക്ക് ബാർ ലൈസൻസ് പുതുക്കി നൽകി. അത് നിയമപരമായ ബാധ്യതയായിരുന്നു. ക്ലാസിഫിക്കേഷനുള്ളവയ്ക്ക് ക്ലാസിഫിക്കേഷന്റെ പേരിലാണല്ലോ വേണ്ടെന്ന് വെച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.